ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ രാവിലെ എണീച്ചവിടെ ചെറിയ മഴയുണ്ടായിന് കേട്ടോ. അങ്ങനെ മഴയൊക്കെ അല്ല, നല്ല തണുപ്പുണ്ടായിന്. അങ്ങനെ ബ്രഷ് ചെയ്ത് ഫ്രഷായി കിച്ചണിലേക്കും പോയി. ഇന്നത്തെ രാവിലത്തെ ഫുഡ് എന്ന് പറയുന്നത് ഗോതമ്പ് പുട്ടാണ്. അതിന് വേണ്ടി ഒരു പാത്രം എടുക്കാം, കുറച്ച് വെള്ളവും ഉപ്പും കൂടി ഇട്ട് ആട്ടപ്പൊടി അങ്ങ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നല്ലവണ്ണം മിക്സ് ചെയ്യാം. ഞാൻ ഇവിടെ ഇതാ പാത്രം മാറ്റിയിട്ടുണ്ട്. പുറത്തെ ഭാഗത്തുനിന്ന് ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എന്നോട് പറഞ്ഞ് ഈ ഭാഗം ഒന്ന് ക്ലീനാക്കി വെച്ചോ. അങ്ങനെ റാക്ക് ക്ലീൻ ചെയ്ത വെള്ളം ഒഴിച്ചു. അങ്ങനെ റാക്കൊക്കെ ക്ലീനാക്കി അതിന് ശേഷം അടിച്ചു വരാൻ പോയി. ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിന് ശേഷം ഇത് നല്ലോണം പൊടിച്ചെടുക്കണം കേട്ടോ, കൈ കൊണ്ട്. പുട്ടും കുറ്റിയൊക്കെ എടുത്ത് ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഉണ്ടാക്കി വെച്ച ഗോതമ്പ് പൊടി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ 3 ലെയറായിട്ടാണ് ചെയ്തത്. അങ്ങനെ ഇതിങ്ങനെ ഗ്യാസിൽ വെച്ചിട്ട് നല്ലോണം ചൂടാകുന്നുണ്ട്. പിന്നെ അങ്ങനെ ഇതാ നമ്മൾ പുട്ട് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പുട്ടിൻ്റെ കൂടെ കറി എന്ന് പറയുന്നത് മീൻ കറിയാണ്. നല്ല മീൻ മുളകിട്ടതാണ്. അങ്ങനെ ഞാൻ 2 കഷ്ണം പുട്ടും എടുത്തു, കുറച്ച് മീൻ കറി എടുത്തു. അങ്ങനെ പുട്ടൊക്കെ കഴിച്ചതിന് കുറച്ച് മധുരാവല വിചാരിച്ചിട്ട് ചെറിയ അയച്ചു. ഇന്ന് ഉച്ചക്കേക്ക് നമ്മൾ വിചാരിച്ചു കൊഞ്ചം പൊരിക്കാന്ന്. അങ്ങനെ തുടങ്ങിയതാണ്. കൊഞ്ചലിലേക്ക് ഉപ്പ്, മുളക്, മഞ്ഞൾ എന്നിവ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഒരു പാൻ എടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം കറിവേപ്പില, ഉള്ളി ചതച്ചിട്ട് അതിലേക്ക് നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം നേരത്തെ പെരുക്കി വെച്ച കൊഞ്ചിനും കൂടി അതിലേക്ക് ആഡ് ചെയ്യാം. അങ്ങനെ നല്ലോണം ചൂടായി വരുന്നതിന് ശേഷം നമ്മൾ നേരത്തെ പെരുക്കി വെച്ച കൊഞ്ചിന് ഇതിലേക്ക് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് വെക്കാം. പിന്നെ അങ്ങനെ കൊഞ്ചിനെ അവിടെ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഞാൻ വേഗം ചമ്മന്തി ഉണ്ടാക്കി. അങ്ങനെ ഇതാ നമ്മൾ പ്ലേറ്റിലേക്ക് ചമ്മന്തി ഇട്ടു, കൊഞ്ചിനിട്ടു. ഇനി നല്ലോണം മിക്സ് ചെയ്ത് കഴിക്കലാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ കഴിക്കുമ്പോൾ. പിന്നെ ഇത് നല്ല വൈകിട്ട് ആ ടൈമായിട്ട് നമ്മൾ ചക്ക പൊരിച്ചുണ്ടാക്കാൻ പോയി. അങ്ങനെ അവിടെ ചക്ക പൊരിച്ചൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നെ അതിന് ശേഷം ഞാൻ പഠിക്കാൻ പോയി. അങ്ങനെ പഠിച്ചൊക്കെ കഴിഞ്ഞു. അതിന് ശേഷം കട്ടൻ ചായ ഉണ്ടാക്കി വന്നു. അങ്ങനെ ഫെൻഡാസ്റ്റിക്കിനെ കൊണ്ട് ഒരു പുഡിങ് ഉണ്ടാക്കിനി. അങ്ങനെ അതൊക്കെ കഴിച്ച് നല്ല അടിപൊളി ക്രീമിയാണ് കേട്ടോ. അങ്ങനെ ഇതാ രാത്രിത്തേക്ക് ഒന്ന് പറഞ്ഞ് ചെമ്മീൻ്റെ ചോറുണ്ടാക്കാണ്. ഇത് ടൊമാറ്റോ കുറച്ച് അധികം ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു പേസ്റ്റ് ഉണ്ടാക്കി അത് ഇതിലേക്ക് മിക്സാക്കി. പിന്നെ ഗരം മസാലയും കുറച്ച് പൗഡറൊക്കെ ഇട്ട് അരിയൊക്കെ ഇട്ട് അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഇതമ്മ ഇവിടുന്ന് നല്ല പണിയാണ്. ഒരു ചെമ്മീൻ ചോറ് അങ്ങനെ റെഡി ആക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇതിൻ്റെ ഉള്ളിൽ മല്ലിച്ചപ്പൂട അങ്ങനെ റെഡിയായി. അതൊക്കെ കഴിച്ചു. എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു, ബൈ. രാത്രി ആയതുകൊണ്ട് തന്നെ ഇവിടെ പച്ച വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ കുറച്ച് ഫുഡ് കൊടുത്തു.